PV Anwar MLA ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തു വന്നിരിക്കുന്നു. കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ നിന്ന് DMK പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. മുബഷീർ, ഇവിടെ നിന്നും ഏകദേശം 2 മണിക്കൂർ എടുക്കും നിലമ്പൂരിലേക്ക് എത്താൻ. ഇപ്പോൾ യാത്ര പുറപ്പെട്ടതുകൊണ്ട് 11 മണിയാകും നിലമ്പൂരിലേക്ക് PV Anwar എത്താൻ. അതിൽ 10 മണിയോടുകൂടിയായിരിക്കും കോട്ടക്കലെത്തുക, അല്ലേ? തീർച്ചയായിട്ടും അരുൺകുമാർ അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരും. 10 മണിക്ക് മുൻപായി കോട്ടക്കലിലെത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സമയം 9 മണിയായി. ഏകദേശം ഒരു 9:30യോടുകൂടി കോട്ടക്കലിലെത്തും. അങ്ങനെയാണെങ്കിൽ കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ വെച്ചായിരിക്കും നേരത്തെ പ്രഖ്യാപിച്ചതുപോലെയുള്ള റോഡ് ഷോയിലേക്ക് DMK കടക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അൻവറിന്റെ ഒരു അറസ്റ്റ് ഉണ്ടാക്കിയ പ്രതീതി, അത് വലിയ സ്വീകാര്യത അൻവറിന് വിശേഷ അൻവർ നേതൃത്വം കൊടുക്കുന്ന സാമൂഹ്യ കൂട്ടായ്മയായിട്ടുള്ള DMKക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. യുവാക്കളിൽ ഉൾപ്പെടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു പിന്തുണ അൻവറിന് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഏത് രീതിയിൽ സംഘടനാ സംവിധാനത്തെ ചടുലമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ DMKക്ക് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ഈ അടുത്ത് പിറവിയെടുത്തൊരു സംഘടനയാണ് അൻവറിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് അൻവർ മുന്നണിയിലേക്ക് തന്നെ പ്രവേശിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിലും അതിന് സാധിക്കാതെ പോകുന്നു. ഏറ്റവും ഒടുവിൽ അതിനാടകീയമായ അൻവറിന്റെ അറസ്റ്റിലൂടെ UDF നേതാക്കൾ ജയിലിനകത്തുണ്ടായിരുന്ന PV Anwറിന് പ്രത്യക്ഷമായി തന്നെ പ്രതികരണവുമായി പിന്തുണയുമായി രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. K. സുധാകരനെ പോലെയുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ 2 തവണയിലധികം അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ആദ്യഘട്ടത്തിൽ അൻവറിന്റെ അറസ്റ്റിന് തൊട്ടിന് പിന്നാലെ ഒരു പ്രസ്താവന ഇറക്കിയ KPCC പ്രസിഡന്റ് പിന്നെ പ്രതികരിക്കുന്നു. ഇപ്പോൾ അൻവറിന്റെ ജാമ്യം നടപടി ഉണ്ടായതിനു ശേഷം വീണ്ടും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് പിണറായി സർക്കാരിന്റെ ഭീകരതയാണ്, പിണറായി ഭീകരതയാണ് എന്ന രീതിയിലേക്ക് അൻവർ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിലേക്ക് UDFന്റെ നേതാക്കളും എത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കളും അത്തരം ആവശ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം അഭിപ്രായങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് PV Anwറിന്റെ മുന്നണിയിലേക്കുള്ള വഴിയൊരുക്കുമെന്നോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അദ്ദേഹം അതിന് തയ്യാറാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ജയിൽ മോചിതനായ ശേഷം ആദ്യം മാധ്യമങ്ങളെ കണ്ട സമയത്തുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്ന അരുൺകുമാർ. ഒരു ഘട്ടത്തിലും UDFന്റെ പിന്തുണയെ തള്ളാൻ PV Anwar തയ്യാറായിട്ടുള്ള വിശേഷം അദ്ദേഹത്തോട് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. നമുക്ക് കോട്ടക്കലിലേക്ക് പോകാം. അവിടെ DMK പ്രവർത്തകർ PV Anwar MLAക്ക് സ്വീകരണം ഒരുക്കും. നമുക്കതിന് തത്സമയ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നൽകാം. UDF വിഷയാധിഷ്ഠിതമായ പിന്തുണ PV Anwറിന് ഈ വിഷയത്തിൽ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് പറയുന്നു. എന്നാൽ UDFിലേക്കുള്ള എൻട്രി UDFന്റെ അടുത്ത യോഗത്തിലായിരിക്കും ചർച്ച ചെയ്യുക. മുസ്ലിം ലീഗ് അടക്കം അത് സ്ഥിരീകരിക്കുകയും ചെയ്യും.